ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ആയിട്ടുള്ള സച്ചിൻ സുരേഷിന് ഇപ്പോൾ ഇഞ്ചുറി കാരണം അദ്ദേഹത്തിനൊരു വലിയ കാലയളവ് പുറത്തിരിക്കേണ്ടി വരുമെന്നുള്ളതാണ്. ചിലപ്പം ഈ സീസൺ തന്നെ കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കൊക്കെ പോകും. അപ്പോൾ ഇത് എങ്ങനെ ബ്ലാസ്റ്റേഴ്സിനെ ബാധിക്കാം, ഏത് തരത്തിൽ എന്നുള്ളതാണ്. ഇപ്പം ആരായിരിക്കും അടുത്തൊരു ഗോൾ കീപ്പറായിട്ട് വരിക എന്നുള്ളൊരു ചോദ്യം കരൺജിത്ത് സിംഗ് തന്നെയാണ് ഒരു സാധ്യത ആയിട്ടുള്ളത്. ഇപ്പം ലാറ ശർമ്മ ഉണ്ട്, അദ്ദേഹവും പറഞ്ഞ പോലെ BFCയിലൊക്കെ കളിച്ച് തന്നെയൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതാണ്, കുറച്ചാണെങ്കിലും മത്സരങ്ങൾ. അപ്പം ഒരു യങ് ഗോൾ കീപ്പർ എന്ന നിലയിൽ ലാറെ സ്റ്റെപ്പ് അപ്പ് ചെയ്യിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്, അതോ കരൺജിത്ത് ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് കരൺജിത്ത് തന്നെ ആയിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ലാറ ശർമ്മ ഒരു ലോൺ പ്ലെയർ കൂടിയാണല്ലോ, പിന്നെ കരൺജിത്തിലേക്ക് തന്നെ ആയിരിക്കും പോവുക. അപ്പം കരൺജിത്ത് സിംഗ് എന്ന് പറയുന്ന ഒരു താരത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് 38 വയസ്സായി കഴിഞ്ഞു. പക്ഷേ നമുക്കറിയാം, ഇന്ത്യക്ക് വേണ്ടിയൊക്കെ നിരവധി മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട്, മേജർ മാച്ചസ് ഒക്കെ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള താരമാണ്. പക്ഷേ സച്ചിൻ സുരേഷിൽ നിന്ന് നമുക്ക് കിട്ടിയ ചില കാര്യങ്ങൾ കരൺജിത്തിലേക്ക് വരുന്ന സമയത്ത് മിസ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് കരൺജിത്തിനെ പറ്റി തന്നെ പറയുന്ന സമയത്ത് അദ്ദേഹം നല്ലൊരു സ്റ്റോപ്പറാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അങ്ങനെ അധികം ബ്ലണ്ടേഴ്സ് ഒന്നും വരുത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല, പൊതുവേ ISL ഒക്കെ ആണെങ്കിലും. പിന്നെ അദ്ദേഹം ഇപ്പം കളിച്ചിട്ടൊക്കെ കുറേ നാളായി, ആ ഒരു കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള അറിയത്തില്ല. പക്ഷേ നല്ലൊരു സ്റ്റോപ്പറാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു മാച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ നല്ല സേവ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗോൾ കിക്സ് നല്ലതാണ്, നല്ല ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരു ബോൾ പ്ലേയിങ് എന്നുള്ളൊരു ആസ്പെക്റ്റിൽ നോക്കുന്നൊരു സമയത്ത് ഇപ്പോൾ നമുക്ക് സച്ചിൻ സുരേഷ് കുറച്ചും കൂടി നല്ലതാണ്, കരൺജിത്ത് കുറച്ചും കൂടി ആ ഒരു ഓൾ ഗോൾ കീപ്പറൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ അതത്ര ഒരു പ്രശ്നമല്ല, കാരണം അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പ്രധാന പ്രശ്നമായിട്ട് വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സച്ചിൻ സുരേഷ് നമുക്കറിയാം ഈ സീസണിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഔട്ടിങ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ പലപ്പോഴും ഒരു എന്താ പറയുക, ഒരു ഹൈലൈൻ ഡിഫൻസിലൊക്കെ കളിക്കുന്ന ഒരു സമയത്ത് സച്ചിൻ സുരേഷിൻ്റെ ഒരു ഔട്ടിങ് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 100% തന്നെ സക്സസ് ആയിരുന്നു എന്നുള്ളതാണ്. ഇവൻ കഴിഞ്ഞൊരു മാച്ചിൽ പോലും നമ്മൾ അത് കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നുന്ന നിമിഷം തന്നെ, പക്ഷേ അദ്ദേഹം അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും. ഒന്നുകിൽ അദ്ദേഹം ഇറങ്ങി വന്നിട്ട് അത് ക്ലിയർ ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹം അതൊരു കിക്ക് എടുക്കും, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ബോൾ കയ്യിലെടുത്ത് പാസ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പോകുന്ന രീതികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു രീതിയിൽ കരൺജിത്ത് അത്ര ഒരു ഔട്ടിങ് ചെയ്യുന്ന ഒരു പ്ലെയർ അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അത് നമ്മളുടെ ഒരു ഗെയിം സ്റ്റൈലിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. കാരണം നമ്മൾ ഹൈലൈൻ ഡിഫൻസ് ഒക്കെ കളിക്കുന്ന സമയത്ത് ഇതേപോലത്തെ കൗണ്ടർ സിറ്റുവേഷൻസ് വന്നേക്കാം. അപ്പോൾ അത് കരൺജിത്തിനെ കൊണ്ട് എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഒരു കൺസേൺ ആയിട്ട് നിൽക്കുന്നത്. അതാണ് സച്ചിൻ സുരേഷ് പോകുന്നൊരു സമയത്ത് നമുക്കൊരു പ്രശ്നമായിട്ട് മാറുക എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ എനിവേ കരൺജിത്ത് സിംഗ് തന്നെ ആയിരിക്കും, അതൊരു സംശയമില്ല. അൺഫോർച്ചുനേറ്റ് ആണ് സച്ചിൻ സുരേഷിന് ഇങ്ങനെ ഒരു ഇഞ്ചറി പറ്റുന്നു, ഒരു ലോങ് ടൈം പുറത്തിരിക്കേണ്ടി വരുന്നു, അതൊരു ക്രൂഷ്യൽ സ്റ്റേജിൽ ഒന്നാമത് ഇഞ്ചറികൾ കൊണ്ട് വലയുന്ന ഒരു സാഹചര്യത്തിൽ എന്നുള്ളത്. സോ ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ഉറപ്പായിട്ടും കമ്പോസിറ്റ് കാര്യങ്ങൾ